ഹലോ ഗൈസ്, അപ്പോൾ ഈ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ഫംഗ്ഷൻ വീഡിയോ സ്റ്റാർട്ട് എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അന്ന് നമ്മൾ എന്താ പറയുക, രാത്രിയിൽ പോയതും വെളുപ്പിന് 2 മണിക്ക് അവിടെ എത്തിയതൊക്കെ ആയിരുന്നു. അപ്പോൾ പിറ്റേ ദിവസം എന്ന് പറയാനായിട്ട് 2 മണിക്ക് ശേഷം ഞങ്ങളൊരു 7 മണിയായപ്പോൾ എണീറ്റു. ഒരു 3 മണി 3:30 വരെയൊക്കെ വർത്താനം പറഞ്ഞിരുന്നു. ഒരു മണിക്കൂർ 1.5 മണിക്കൂറൊക്കെ എല്ലാവരും ഒന്ന് മയങ്ങിയിട്ട് പിന്നെ രാവിലെ എണീറ്റു. രാവിലെ ഇഡലി സാമ്പാറുമാണ് ചിറ്റിയത്. ഇഡലി മാവ് ഒഴിച്ച് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ സാമ്പാറിന് ഞങ്ങളൊക്കെ കൂടി പെട്ടെന്ന് മുറിച്ച് കൊടുത്തു. ചിറ്റി അമ്മയൊക്കെ കൂടി സാമ്പാറാക്കി. നല്ല അടിപൊളി സാമ്പാറും ഇഡ്ഡലിയും അതുപോലെ തന്നെ മുളക് ചമ്മന്തിയും ഒക്കെ ഉണ്ടായിരുന്നു. അതുപോലെ ഇന്നലെ വൈകിട്ടത്തെ ചപ്പാത്തി ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാം കൂടെ കൂട്ടിയിട്ട് ഒരു പിടി പിടിച്ച് നല്ല അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ ഡാൻസ് പ്രാക്ടീസും അതിൻ്റെ ഇടയിൽ മൈലാഞ്ചിടിയിലൊക്കെയാണ്. പിന്നെ ഞങ്ങളിതേ പെട്ടെന്ന് 3 മണിയായപ്പോഴത്തേക്ക് റെഡിയായി. സമയം പോയത് പോലും അറിഞ്ഞില്ല. ഇതിൻ്റെ ഇടയ്ക്ക് ചെറിയ രീതിയിൽ ചോറൂണലൊക്കെ നടന്നു. നല്ല സദ്യയൊക്കെ വന്നിരിപ്പുണ്ടായിരുന്നെങ്കിലും എല്ലാം ധൃതി വെച്ച് കഴിക്കാനോ ഒരുങ്ങാനോ ഒന്നും പറ്റില്ല. എൻ്റെ ഹെയറൊക്കെ മഹാവൃത്തികേടായിട്ട് കിടക്കുകയാണ് ധൃതി വെച്ച് ഒരുങ്ങിയിട്ട്. കാരണം ഡാൻസ് ഞങ്ങൾക്ക് ആകെ ഒരു ദിവസം പോലും കിട്ടിയിട്ടില്ല ഒന്ന് പ്രാക്ടീസ് ചെയ്യാനായിട്ടൊക്കെ. അപ്പോൾ നമ്മൾ പരിപാടി നടക്കുന്ന സ്ഥലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ കാണുന്നത് നല്ല നീണ്ടു നിവർന്ന് കിടക്കുന്ന അറേബ്യൻ സീ ആണ് കേട്ടോ. അപ്പോൾ എവിടെയാണെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഈ ഒരു ബീച്ചിൽ വെച്ചിട്ടാണ് നമ്മുടെ ഫങ്ഷൻ നടക്കുന്നത്. അടിപൊളി അറ്റ്മോസ്ഫിയറാണ്, പറയാതിരിക്കാൻ പറ്റില്ല. വണ്ടർഫുൾ ബ്യൂട്ടിഫുൾ പ്ലേസ്, ഒന്നും പറയാനില്ല. അടിപൊളിയായിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല സൂപ്പറായിട്ട് നമ്മുടെ എന്താ പറയുക ക്രൂ അറേഞ്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. നല്ല അറ്റ്മോസ്ഫിയറാണ്. നല്ല കടലും കടൽക്കാറ്റും പിന്നെ ചെറിയ രീതിയിൽ വെയിലുണ്ട്. നല്ല പെരുത്ത മഴയായിട്ട് നിൽക്കുകയാണ് കേരളത്തിൽ മുഴുവൻ. അപ്പോഴും ഈ ഒരു നമ്മുടെ പ്രോഗ്രാമിന് വേണ്ടി പ്രകൃതി ഒരുങ്ങി തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ അമ്മായിമാരും ചുറ്റമാരും എല്ലാവരും വർത്താനം പറച്ചിലും എന്താ പറയുക, എല്ലാവരും ദാഹിച്ച് 3 മണി 4 മണി ആ സമയത്താണ്. നല്ല വെയിലുണ്ട്. ജ്യൂസുകൾ നല്ല പലതരം, തണ്ണിമത്തൻ, അതുപോലെ പൈനാപ്പിൾ, ക്യാരറ്റ്, പപ്പായ, അങ്ങനെ മിൻറ്റ്, അങ്ങനെ ഒരുപാട് ഫ്ലേവർ ജ്യൂസ്, ഫ്രൂട്ട്സ്, പിന്നെ ചോക്ലേറ്റ് എല്ലാം ഉണ്ട്. അപ്പോൾ പിള്ളേരും വലിയവരും ഒക്കെ ഇങ്ങനെ മത്സരിച്ച് ജ്യൂസ് കുടിക്കുകയും എന്താ പറയുക എല്ലാ ഫ്ലേവറും ടേസ്റ്റിയൊക്കെ ചെയ്യുന്നുണ്ട്. കുഞ്ഞൊക്കെ അവിടെ നിന്ന് മാറുന്നേ ഇല്ല. കുഞ്ഞി വൈദു അങ്ങനെ പിള്ളേർ സെറ്റൊക്കെ ഇങ്ങനെ അവിടെ ഓരോരോ വെറൈറ്റി സാധനങ്ങൾ ഇങ്ങനെ തപ്പിപ്പെറുക്കിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ചേട്ടൻ്റെ കൊച്ചുണ്ട് ആദ്വിക, അവരൊക്കെ ഉണ്ട്. എല്ലാവരും പിള്ളേർക്കൊക്കെ ഒരു രസമാണല്ലോ. മിഠായി ഇല്ലെന്ന് തോന്നുന്നു, പക്ഷേ ചോക്ലേറ്റ്, ഹോട്ട് ചോക്ലേറ്റ്, അതുപോലെ തന്നെ ഏത്തയ്ക്കാപ്പം, ബജ്ജി, ചായ, അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ട്. മറ്റ് നമ്മുടെ ബിരിയാണി, അതുപോലെ തന്നെ കപ്പ, അപ്പം, പൊറോട്ട, ഇതൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ കൂടി ഇതുള്ളതുകൊണ്ട് പിള്ളേർക്ക് ഏറ്റവും ഒരു ഇഷ്ടം അതാണ്. ഇതാണ് നമ്മുടെ പെണ്ണും ചെറുക്കനും. അപ്പോൾ ഇവരുടെ എൻഗേജ്മെൻറ്റിനായിട്ടാണ് നമ്മൾ ട്രിവാൻഡ്രത്തേക്ക് പോയത്. അമ്മയുടെ അനിയത്തിയുടെ ഒരേ ഒരു മോളാണ് ഞങ്ങൾ. മീനാക്ഷി എന്ന് വിളിക്കും, മീനൂട്ടി എന്ന് വിളിക്കും. അഭിരാമി എന്നാണ് അവളുടെ പേര് കേട്ടോ. അപ്പം അവളെ കെട്ടാൻ